ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് പ്രോസസ്സിലൂടെ നമുക്ക് ഇപ്പോൾ ഒന്ന് പോകാം. ഒരു എന്താണ് ടൂർ അല്ലേ, ഹോം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടൂർ പോയി വരാം. കുറേ ഓപ്ഷൻസ് ആഡ് ചെയ്യാം. ലോജിക് ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ കീം നാവിഗേറ്റർ ഗ്രൂപ്പിൽ ഞാനൊരു ഓഫർ വെച്ചിരുന്നു. ആദ്യം പറയുന്ന ആളുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് ഞാൻ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് തരാം. അതേ വ്യക്തിക്ക് അതിനുശേഷം പാസ്വേഡ് മാറ്റിയിട്ട് ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യണോ, മോഡിഫൈ ചെയ്യണോ, എഡിറ്റ് ചെയ്യണോ, എന്തും ചെയ്യാം. എനിവേ, ആദ്യം മുന്നോട്ട് വന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് അദ്ദേഹം, ഞാൻ പേര് പറയുന്നില്ല, എനിവേ പുള്ളിക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ പുള്ളിക്ക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അതാണ് പുള്ളി പറയുന്നിരിക്കുന്ന ഓർഡർ. എനിവേ, ലോജിക് വൈസ് പുള്ളി ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊരു ഓപ്ഷൻ ലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് പുള്ളിയുടെ പ്രൊഫൈലിനകത്തോട്ട് ഞാൻ കയറുകയാണ്. പ്രൊഫൈലിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് കാണാം ഇടതുവശത്തെ പ്രൊഫൈൽ, ഡൗൺലോഡ് പെർഫോമ, റിസൾട്ട്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, കാൻഡിഡേറ്റ് റെസ്പോൺസ്. ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്കാണ് പോകേണ്ടത്. ക്ലിക്ക് ചെയ്യുക. യെസ്, ഇനി ഇവിടെ ഗെറ്റ് OTP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഗെറ്റ് OTP. ഓക്കെ, അപ്പോൾ OTP ഡെലിവറി മെത്തേഡ് നിങ്ങൾക്ക് മെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ SMS കൊടുക്കാം. ഞാനിവിടെ SMS കൊടുത്തു. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ വരും. ആ പർട്ടിക്കുലർ ഫോൺ നമ്പറിലേക്ക് ഇപ്പോൾ വെദർ ഓക്കെ അവിടെ ഒരു സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ സാൻഡസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്കാണെങ്കിൽ അവിടെ ഒരു ക്ലിക്ക് കൊടുത്ത് സബ്മിറ്റ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് കൊടുക്കാം. അല്ലാത്ത പക്ഷേ അവിടെ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു 1 ടൈം പാസ്വേഡ് നിങ്ങളുടെ ഫോണിലേക്ക് വരും. ആ 1 ടൈം പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, 1 ടൈം പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്യാണ്. ഓക്കെ, എൻ്റർ ചെയ്തു. ഇനി ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പ്രോസസ് പേയ്മെൻ്റ് ആണ്. ഞാൻ പേയ്മെൻറ്റിലേക്ക് പോവാണ്. പേയ്മെൻറ്റിലേക്ക് പോകുമ്പോൾ രജിസ്ട്രേഷൻ ഫീ ടു ബി പെയ്ഡ് 2000 എന്ന് കാണിച്ചിരിക്കുന്നു. ഓക്കെ, 2000 റുപ്പീസാണ് പേയ്മെൻറ്റ്. ഈ 2000 റുപ്പീസ് പേയ്മെൻറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് അത് നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും കിട്ടുന്നില്ല, നിങ്ങൾക്ക് അഡ്മിഷനെ കിട്ടുന്നില്ലെങ്കിൽ സങ്കടം വന്നിട്ട് അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് 2000 റുപ്പീസ് തരും. അതല്ല, നിങ്ങൾക്ക് അഡ്മിഷൻസ് ഒക്കെ കിട്ടി പോവുകയാണെങ്കിലോ, നിങ്ങൾ ട്യൂഷൻ ഫീ ഒക്കെ അടയ്ക്കുമല്ലോ, നാളെ അവിടെ ആവശ്യമുള്ള തുകയിലേക്ക് ഈ തുക വകയിരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു തരികയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ ഈ പൈസ ഒരിക്കലും നഷ്ടമാകത്തില്ല. ഓക്കെ, വേറൊരു രീതിയിൽ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. ഇനി ഇത് ഒരു ലാപ്സ് ആയിട്ട്, ഒരു ഫൈനായിട്ട് പിടിക്കും. എപ്പോഴാണെന്നറിയോ, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് തന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഒരു കോളേജും കോഴ്സും തന്നിട്ട് നിങ്ങളതിന് പോകുന്നില്ല എങ്കിൽ, നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എബ്രോഡ് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്യുസാറ്റിൻ്റെ അഡ്മിഷനോ അല്ലെങ്കിൽ CUT അഡ്മിഷനോ അല്ലെങ്കിൽ മെഡിസിൻ കിട്ടി പോയി, അപ്പോൾ അങ്ങനെയുള്ള മറ്റ് റൂട്ടിൽ പോകുന്നവർക്ക് ഫൈനായിട്ട് നിങ്ങളുടെ 2000 രൂപ പിടിക്കും. അല്ലാത്ത പക്ഷം ഒരു പ്രശ്നമില്ല. ഞാനിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ്, റിഫ്രഷ് ചെയ്യരുത്, ബാക്ക് ബട്ടൺ അടിക്കരുത്, വെബ് ബ്രൗസർ ക്ലോസ് ചെയ്യരുത്. ഓക്കെ, ഡു നോട്ട് ഓപ്പൺ എ ന്യൂ ബ്രൗസർ. ഓക്കെ, പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ബിൽ ഡെസ്ക്. അപ്പോൾ ഇവിടെ ഞാൻ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്സ്, കാർഡ് നമ്പർ ചോദിക്കുന്നു, നെറ്റ് ബാങ്കിങ് ചോദിച്ചിരിക്കുന്നു, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ കാണാം നമുക്ക്. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നത്തെ ഗൂഗിൾ പേ ഇല്ലല്ലേ. സോ ഇവിടെ കാർഡ് നമ്പറൊക്കെ എൻ്റർ ചെയ്യുക, എക്സ്പയറേഷൻ ഡേറ്റ്, CVV, കാർഡ് ഹോൾഡേഴ്സ് നെയിം, മേക്ക് പേയ്മെൻറ്റ് ഫോർ 2000. ഓക്കെ, റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് അവിടെ പേയ്മെൻറ്റ് 2000 സ്ഥാനത്ത് 500 രൂപ വരികയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് OTP ചോദിക്കും. ആ OTP എൻ്റർ ചെയ്യുക. ബാങ്കിൻ്റെ OTP ആണത്. കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. 2000 റുപ്പീസിൻ്റെ പേയ്മെൻറ്റ് നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഓപ്ഷൻ അവിടെ കാണിക്കുന്നില്ല അല്ലേ. ഗെറ്റ് OTPക്ക് ശേഷം അവിടെ ഇടയ്ക്കൊരു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അത് കാണിക്കുന്നില്ല. അടുത്ത് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് കിടക്കുകയാണ്. യെസ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് പോലെ ഇടതുവശത്ത് നിങ്ങൾക്ക് അവൈലബിൾ ഓപ്ഷൻസ് 872 ഉണ്ട്. റൈറ്റ് സൈഡിലെ കറൻ്റ്ലി സെലക്റ്റഡ്, റൈറ്റ് സൈഡിലെ നമ്മുടെ ബക്കറ്റും ഇടതുവശത്തെ 872 എന്ന് പറയുന്നത് എൻട്രൻസ് കമ്മീഷണർ ബക്കറ്റുമാണ്. അപ്പോൾ ഇടതുവശത്തെ ഉള്ള എൻട്രൻസ് കമ്മീഷണറുടെ ബക്കറ്റിൽ നിന്ന് നമ്മളിനി എന്താണ്, നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാൻ പോകും. നമ്മൾ ഈ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഒരു പെട്ടിയും പിടിച്ചുകൊണ്ട് പോവുകയല്ലേ, എന്നിട്ട് അവിടെ നിന്ന് കാണുന്നതെല്ലാം എടുത്ത് ഇങ്ങനെ ബക്കറ്റിലോട്ട് നമ്മൾ ഇടത്തില്ലേ, അതേ പരിപാടിയായി ചെയ്യാൻ പോകുന്നത്. ഓരോ റാക്കിലും ഓരോ സാധനങ്ങൾ എൻട്രൻസ് കമ്മീഷണർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫിൽറ്റേഴ്സ് ഓണാക്കി ഇടാം. കോഴ്സസ് എത്ര 52 കോഴ്സസോളം ഇവിടെ ഉണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുക, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്, സെൽഫ് ഫിനാൻസിങ് ഉണ്ട്. കോട്ട നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ലോവർ ഫീസ്, ഫുൾ ഫീസ്, മൈനോറിറ്റി സീറ്റുകൾ, NRI സീറ്റുകൾ, കേപ്പിൻ്റെ തന്നെ അവരുടെ എംപ്ലോയീസിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള, കേപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സീറ്റുകൾ. അപ്പോൾ ഇത്രയും ഡിഫറൻറ്റ് സീറ്റുകളുണ്ട്. അപ്പോൾ ഇതൊന്നും സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ സംഗതിയും, അതായത് എൻട്രൻസ് കമ്മീഷണറുടെ ബക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് റാക്കിലൊന്നും അടുക്കി വെക്കാത്ത വെറുതെ ചെതറിയിട്ടിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് കയറുന്നത് പോലെ ഇവിടെ ചെറുപറ കോഴ്സുകളും കോളേജുകളും ആയിരിക്കും. അതല്ല നമുക്ക് വേണ്ടത്. എനിക്ക് സിസ്റ്റമാറ്റിക്കലി ആഡ് ചെയ്യണം.
ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു പേപ്പറിൽ ഓൾറെഡി നിങ്ങളുടെ ഒരു ഓർഡർ എഴുതിയിടുന്നത് നന്നായിരിക്കും. ഇപ്പോൾ റൈറ്റ് നോ നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല, കാര്യം നിങ്ങളത് അങ്ങനെ ഒരു പേപ്പർ എഴുതാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ പേപ്പർ എടുത്ത് ഞാൻ പറയുന്നത് പോലെ ഒരു ഓർഡർ എഴുതിയിടാം. സോ ഞാൻ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പോകണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ എഴുതി വെക്കുന്നത് നോക്കി എൻ്റർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ദിസ് ഓർഡർ വിച്ച് ഐ എം ഗോണ ഗിവ് ഈസ് വോണ്ട് ബി ഈക്വലി ആപ്ലിക്കബിൾ ടു ഈച്ച് വൺ ഓഫ് യു. എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ, കേസ് ടു കേസ് ഇറ്റ് കുഡ് ഡിഫർ. കാരണം ചില കോളേജസ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ MA കോളേജിനെയും ബാർട്ടൺ ഹില്ലിനെയും അതുപോലെ RITനെയും ഒക്കെ ഞാൻ ഒരേ സ്ട്രീമിലാണ് കാണുന്നത്, ഒരേ ലെവലിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ നിങ്ങളുടെ സ്ഥലം അനുസരിച്ച് നിങ്ങളുടെ ചില താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർ ഇലക്ട്രിക്കൽ മേളിൽ വെക്കും, ഇലക്ട്രോണിക്സ് താഴെ വെക്കും, ചിലർ മെക്കാനിക്കൽ ഏറ്റവും മേളിൽ വെക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഓപ്ഷൻ ലിസ്റ്റ് വേണമെന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ അതുപോലെ നിങ്ങൾ എൻ്റർ ചെയ്യരുത്. എനിക്ക് ഈ പ്രൊഫൈൽ പറഞ്ഞു തന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം എനിക്ക് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ അങ്ങനെയാണെന്ന് പറഞ്ഞു. സാറിന് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്തോളൂ, പക്ഷേ പുള്ളിയുടെ പ്രിഫറൻസ് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്തതുപോലെ പിന്നെ അതൊരു എന്താണ് കോമൺ പ്രിഫറൻസ് അങ്ങനെ ആവാനും ചാൻസ് ഉണ്ടല്ലേ. ട്രെൻഡ് ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട ചില വലിയ ഹൈ പാക്കേജ് ജോലി സാലറികളൊക്കെ കാണുമ്പോൾ, പല കോളേജസിലെയും ടോപ്പ് പാക്കേജൊക്കെ കാണുമ്പോൾ പലരും കമ്പ്യൂട്ടർ സയൻസിലേക്ക് ആകൃഷ്ടരാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു മേഖലയും കമ്പ്യൂട്ടർ സയൻസ് ഏരിയയാണ്. കാരണം AI, ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ബിഗ് ഡേറ്റയും ബ്ലോക്ക് ചെയിനും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും സൈബർ ഫിസിക്കൽ സിസ്റ്റം തുടങ്ങിയുള്ള ഒരുപാട് ഏരിയാസ് ഭയങ്കര എമർജിങ് ആണ്. അപ്പോൾ എല്ലാവരും അതിലേക്കൊക്കെ എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുത്തൊഴുക്കെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇൻഫാക്ട് അത്ര വലിയ കണ്ണടച്ചുള്ള ഓടേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല. നിങ്ങൾ ആലോചിച്ചാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അല്പം കൂടി സ്റ്റേബിളും അല്പം കൂടി കോർ റീജിയനിൽ നിൽക്കുന്ന കൂടുതൽ ഗവൺമെൻറ് ഓപ്ഷൻസ് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കോർ എഞ്ചിനീയറിംഗ് ഏരിയാസ്, ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും പോലത്തെ ഏരിയാസ് കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ തന്നെ വകഭേദങ്ങൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷനും ബയോമെഡിക്കലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ 52 കോഴ്സുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ദിസ് ഓപ്ഷൻ ലിസ്റ്റ് വിച്ച് ഐ എം ഗോയിങ് ടു ഗീവ് അത് നിങ്ങൾ അതുപോലെ അപാട് കോപ്പി ചെയ്ത് വെക്കണമെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. നിങ്ങൾ അതിനകത്ത് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാചം അടിക്കുന്നത്. അപ്പോൾ സോ ദാറ്റ് എന്താണ് അതിൻ്റെ ഐഡിയ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലോജിക്ക് എന്താണ്, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കൂടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അഡീഷണലി കാര്യങ്ങൾ സംസാരിക്കുന്നത്. സോ ഐ എം ഗോണ ആഡ്, നോക്കി കോഴ്സസ് അവിടെ നിൽക്കട്ടെ. ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഫസ്റ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഞാൻ ആദ്യം എന്തൊക്കെ പറഞ്ഞാലും ടോപ്പ് 500-നകത്ത് വരുന്നവർക്ക് എല്ലാ കോഴ്സും കേരളത്തിൽ കിട്ടും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ചരിത്രം പറയുന്നത്. ടോപ്പ് ഡിമാൻഡഡ് കോഴ്സ് കഴിഞ്ഞ വർഷത്തെ അനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഇൻ CET ആണ്. സോ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഗവൺമെൻറ് വെക്കാൻ പോകണം, ഗവൺമെൻറ് കോളേജ്, കാരണം CET ഒരു ഗവൺമെൻറ് കോളേജാണ്. കോഴ്സസ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാൻ പോവാണ്. CCC കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, CS എന്ന് പറയുന്ന ബ്രാഞ്ച് എടുത്തു. കോട്ടയം എന്താണ്, ഗവൺമെൻറ് മെറിറ്റ്, ഗവൺമെൻറ് മാത്രം, ലോവർ ഫീസിലുള്ളത് മാത്രം. നോക്കി ആദ്യം തന്നെ വന്നിരിക്കുന്നത് TVE ട്രിവാൻഡ്രം കമ്പ്യൂട്ടർ സയൻസ്, ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, എൻ്റെ ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് ആര് വന്നു, CET കമ്പ്യൂട്ടർ സയൻസ് വന്നു. അടുത്തത് എന്താണ്, അടുത്തത് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് CET ഇലക്ട്രോണിക്സും പിന്നെ CET തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും ഒക്കെ ആഡ് ചെയ്യാൻ പോകും. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഞാനൊന്ന് മാറ്റി പിടിക്കാം. ഇല്ലെങ്കിൽ ചിലർക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ CET കൂടാതെയുള്ള മറ്റ് ഗവൺമെൻറ് കോളേജസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇടതുവശത്തുനിന്ന്, അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് എടുത്ത് എൻ്റെ ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ആ സാധനം ഉണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ അത് എടുത്ത് നമ്മുടെ ഇപ്പം അത് നമ്മുടെ ബക്കറ്റിലല്ലേ, മറ്റേ പഴയ സിനിമയ്ക്കകത്ത് ജഗദീഷ് ചോദിച്ച പോലെ അല്ലേ, അത് മരുന്ന് ഡപ്പിയിലല്ലേ എന്ന് ചോദിച്ച പോലെ ഇപ്പോൾ അത് നമ്മുടെ ബക്കറ്റിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി CET കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു ഓപ്ഷൻ ഇനി ഇടതുവശത്ത് കാണില്ല. ബിക്കോസ് എന്താണ്, റൈറ്റ് സൈഡിലാണ് ഉള്ളത്. പലരും എന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് സാർ ഇന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അത് ഓൾറെഡി നിങ്ങളുടെ ബക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇടതുവശത്തേക്ക് നോക്കുക. ഓൾറെഡി വെറുതെ വരത്തില്ല, നിങ്ങൾ തന്നെ അറിയാതെ സെലക്ട് ചെയ്തത് ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. എനിവേ ഇടതുവശത്തേക്ക് നോക്കുക. പിന്നെയുള്ള ഗവൺമെൻറ് കോളേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് വേണം, മോഡൽ അപ്പോൾ മോഡൽ വേണമെങ്കിൽ ഇത് കോളേജിനകത്ത് കോസ്റ്റ് ഷെയറിങ്ങിനകത്താണ് മോഡൽ വരിക. അതിനകത്ത് നോക്കി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ മോഡല് നോക്കൂ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം MDL എന്നുള്ളതാണ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വന്നു. അപ്പോൾ ഇപ്പം ഇടതുവശത്ത് കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സ്ക്രീനിൽ ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് മാത്രം ഒന്ന് ഇട്ടിരിക്കുകയല്ലേ. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇങ്ങനെ എടുക്കത്തില്ലേ, അതിനകത്ത് ഇപ്പോൾ മെൻസ് ഫുട്വെയർ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ മെൻസ് ഫുട്വെയറിനകത്ത് തന്നെ വരും അല്ലേ. അതിനകത്ത് വീണ്ടും പല ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് ഇത്ര സൈസ് കൊടുത്തു, ഇപ്പോൾ 9 സൈസ് അല്ലെ 10 സൈസ് കൊടുത്തു കഴിയുമ്പോൾ ആ സൈസിലുള്ള മാത്രം എന്ന് പറഞ്ഞ പോലെയാണ്. കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിന് അലൈഡ് ബ്രാഞ്ചസ് ഏരിയാസ് വേറെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഡാറ്റ സയൻസ് ഉണ്ട്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിസിനസ് സിസ്റ്റം ഉണ്ട്, അതെവിടെയുണ്ട്, മോഡലിൽ തന്നെയുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ
റൈറ്റ് നോ ഐ ഹാവ് ആഡഡ് CET കമ്പ്യൂട്ടർ സയൻസ്, തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ്, മോഡൽ കമ്പ്യൂട്ടർ സയൻസ്, ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ആഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് CET കമ്പ്യൂട്ടർ സയൻസ്, തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ്, മോഡൽ കമ്പ്യൂട്ടർ സയൻസ്, TKM കമ്പ്യൂട്ടർ സയൻസ്, എല്ലാം ഏറ്റവും നല്ല ടോപ്പ് കോളേജസ് ആണ്. എല്ലായിടത്തും കമ്പ്യൂട്ടർ സയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇടത് വശത്ത് നോക്കുകയാണ്, ഞാൻ ഫിൽറ്ററിൽ കമ്പ്യൂട്ടർ സയൻസ് ഇട്ടിട്ട് ഗവൺമെൻറ് കോളേജ് നോക്കി വേറെ വല്ല ആഡ് ചെയ്യാനുണ്ടോ നോക്കുകയാണ്. ലോവർ ഫീസ് തന്നെയാണ്. വേറെ എന്തെങ്കിലും ഈ ലെവലിലേക്ക് വരേണ്ട വല്ലതും ഉണ്ടോ നോക്കുകയാണ്. പാലക്കാട്, കണ്ണൂർ, ഇടുക്കി, വയനാട്, RIT, MA കോളേജ്, പാലക്കാട്, അല്ല ഇത്രയാണ് ഇനി ബാക്കിയുള്ളത് ഗവൺമെൻറ്റിൽ. അതേസമയം ഗവൺമെൻറ് കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാലോ, അവിടെ നമ്മൾ മോഡൽ ആഡ് ചെയ്തു, പിന്നെ ഉള്ളത് ചെങ്ങന്നൂർ. അപ്പോൾ ഈ റേഞ്ചിലേക്ക് ഇനി വരാനുള്ള കോളേജസ് ഒന്നും അതിനകത്തും ഇല്ല. അപ്പോൾ ഏതായാലും അവിടെ ഗവൺമെൻറ് കോളേജസ് അവിടെ നിൽക്കട്ടെ. കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ആഡ് ചെയ്തു. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അലൈഡ് ബ്രാഞ്ചസ്, കമ്പ്യൂട്ടർ സയൻസ് ടോപ്പായിട്ട് അത് വേണമെന്ന് വളരെ ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ അലൈഡ് ബ്രാഞ്ചസ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഡേറ്റാ സയൻസ് ഉണ്ട്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സൈബർ സെക്യൂരിറ്റി, ബിസിനസ് സിസ്റ്റം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, CU എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. അത് മോഡലിലുണ്ട്. മോഡലൊരു ടോപ്പ് കോളേജ് ആയതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എടുത്തിട്ട് മോഡൽ MDL കണ്ടോ, MDL. അല്ലെങ്കിൽ എന്താണ്, ഒന്നും കൊടുക്കാതെ നേരെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് MDL എന്ന് MDL അങ്ങനെ അടിച്ചാലും മോഡൽ വരുന്നു. സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അതെന്തായി, അഞ്ചാമതായിട്ട് മോഡലിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്നുള്ള സംഗതി ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇലക്ട്രോണിക്സിലേക്ക് അടക്കാൻ പോവാണ്. ഇലക്ട്രോണിക്സ് EC അല്ലേ, EC എടുക്കുക. EC എടുത്തിട്ട് ആദ്യം ഞാൻ നോക്കി ECക്കകത്ത് മോഡൽ വരണം അല്ലേ, പക്ഷേ ഞാൻ ആദ്യം CET കൊടുക്കാൻ പോവാണ്. ഗവൺമെൻറ് കോളേജസ് എടുക്കുന്നു. EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ MDL എന്നുള്ളത് അങ്ങ് കളയാം. MDL എന്നുള്ളത് കളഞ്ഞ് ആ സ്പേസ് ഉൾപ്പെടെ കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രോണിക്സ് CET ഉണ്ട്, ആഡ് ചെയ്യാണ്. പിന്നെ ഇലക്ട്രോണിക്സ് വേറെ ഏതാ നല്ല കോളേജ്, തൃശ്ശൂരുണ്ട്, ആഡ് ചെയ്യാണ്. വേറെ നമ്മുടെ ടോപ്പ് കോളേജ് TKM ആഡ് ചെയ്യാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ്, CET, തൃശ്ശൂർ, TKM ആഡ് ചെയ്തു. ഇനി ഞാൻ ആഡ് ചെയ്യാൻ ഏതാണ്, മോഡൽ. സേവ് ചെയ്യുന്നു, മോഡലിലേക്ക് വരുന്നു. മോഡൽ കോസ്റ്റ് ഷെയറിങ്ങിനകത്ത് മോഡൽ MDL എടുക്കുന്നു. MDL എടുത്തു, ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് മൊത്തം 9 ഓപ്ഷനായി. ഇതിനകത്ത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. മേളിലോട്ട് പോകണമെങ്കിൽ മേളിലോട്ട് പോകാം, താഴോട്ട് പോകണമെങ്കിൽ താഴോട്ട് പോകാം. 9 നിന്ന് 8ലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ആ ആരോയെ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. S കൊടുത്താൽ 9 നിന്ന് അത് 8ലേക്ക് പോയി കിടക്കും. അപ്പോൾ എന്തായി, മോഡൽ മേളിലോട്ട് വന്നു കണ്ടോ. അപ്പോൾ CET, തൃശ്ശൂർ, മോഡൽ, കൊല്ലം, ഇങ്ങനെയായി ഓർഡർ. അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ ഓപ്ഷൻ മോഡലിനെ വേണമെങ്കിൽ ഇതിൽ 1 വേണമെങ്കിൽ 2 ആക്കാം, 3 ആക്കാം, ഏത് ഓർഡറിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാനും പറ്റും. ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ ടോപ്പ് മോസ്റ്റ് 4 കോളേജ് ഏതൊക്കെയാണ്, CET, തൃശ്ശൂർ, മോഡൽ, TKM, ഇവിടെയൊക്കെ കമ്പ്യൂട്ടർ സയൻസും കൊടുത്തു, ഇലക്ട്രോണിക്സും കൊടുത്തു. ഇനി ഇത് CET ഇലക്ട്രോണിക്സിനോട് അത്ര തന്നെ നല്ലതാണ് CETയിലെ അപ്ലൈഡും. ഓക്കെ, കാരണം അവിടെ ഇലക്ട്രോണിക്സിന് അത്ര നല്ല ഇലക്ട്രോണിക്സിന് വരുന്ന പ്ലേസ്മെൻറ്റ്സിനോട് ഈക്വലി ഇരിക്കാൻ പറ്റും. സബ്ജക്ട്സ് എല്ലാം ഓൾമോസ്റ്റ് കവറാവും. അതുപോലെ മൈനേഴ്സും ഓണേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അഡീഷണൽ സബ്ജക്ട്സ് എലക്റ്റീവ്സ് ഒക്കെ വഴി പഠിക്കാവുന്നൊക്കെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഓൾദോ അപ്ലൈഡും ഇൻസ്ട്രുമെൻറ്റേഷനും ഒക്കെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓറിയൻറ്റഡ് അല്ലെ, അപ്ലൈഡ് ഏരിയാസ് ഓറിയൻറ്റഡ് ആണ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സൈഡ് ഇത്തിരി കുറവാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് വൈസ് കോളേജിലെ ഓപ്പർച്യൂണിറ്റീസ് വൈസ് സിമിലർ ആണ്. ഗേറ്റ് എക്സാം ഇലക്ട്രോണിക്സിൻ്റെ എഴുതാം, എന്നിട്ട് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ ഹയർ സ്റ്റഡീസ് ഫീൽഡിലേക്കൊക്കെ പോകാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പോവാണ്. അപ്ലൈഡ് ഗവൺമെൻറ് കോളേജിൽ CET, TVC ആണ് കോഡ്, TVE ആണ് കോഡ്, സെലക്ട് ചെയ്തു. യെസ്, അപ്പോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോകാൻ പോകുന്ന അടുത്ത്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയി, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആയി. ഓക്കെ, ഇനി വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മറ്റ് ടയർ 2 ഗവൺമെൻറ് കോളേജസ് വരുന്നതിനകത്തുള്ള കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. അതായത് RIT, MA കോളേജ്, അവിടെയൊക്കെ ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്കാണ് ഇനി പോവാണ്. കമ്പ്യൂട്ടർ സയൻസ്, അപ്പോൾ CS വേണം. CS എടുത്തു. ഗവൺമെൻറ് കോളേജ് ഇത് ഞാൻ പറഞ്ഞു, ഇത് ഡിലീറ്റ് ചെയ്യുക, സ്പേസ് കൂടെ കളയുക. ഓക്കെ, ഇനി അതിനകത്ത് പാലക്കാട്, കണ്ണൂർ, ഇടുക്കി, വയനാട്, RIT വരുന്നുണ്ട്, MA കോളേജ് വരുന്നുണ്ട്. ഞാൻ MA കോളേജ് സെലക്ട് ചെയ്തു. സൈഡിൽ നിങ്ങൾക്ക് ഫീസും കാണാം, നോക്കിയാൽ 9650 ആണ് ട്യൂഷൻ ഫീസ് MA കോളേജിൽ. എന്നാൽ മോഡലിലെ ഫീസ് നോക്കിയാൽ 47,250 രൂപ ട്യൂഷൻ ഫീ മാത്രം വരും. ഓക്കെ, ഇത് പെർ ഇയർ ഫീസാണ്. അപ്പോൾ MA കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്. അടുത്ത് ഇനിയും RIT ഉണ്ടല്ലേ, RIT ഇൻസ്റ്റിറ്റ്യൂട്ട്, RITയുടെ KTE ആണ്, ഞാൻ സെലക്ട് ചെയ്തു. കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്തു. ഇനി പാലക്കാട് NSS ഉണ്ട് അല്ലേ, അതുപോലെ ബാർട്ടൺ ഹില്ലിൽ കമ്പ്യൂട്ടർ സയൻസ് ലൈറ്റേ ഉള്ളൂ. അപ്പോൾ പാലക്കാട് NSS ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ MA കോളേജ്, RIT, പാലക്കാട് NSS. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എല്ലാം ഞാൻ അത്യാവശ്യം നല്ല കോളേജുകളിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ കണ്ണൂർ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ
ഇതേ കോളേജുകളിൽ ഇലക്ട്രോണിക്സ് കൊടുത്തതിന് ശേഷം കണ്ണൂർ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതേ കോളേജുകളിൽ ഇനി ഞാൻ ഇലക്ട്രോണിക്സ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് എന്ത് പോകണം? ഇലക്ട്രോണിക്സ് അല്ലേ, ഇലക്ട്രോണിക്സ് ഇ സി എടുത്തു. ഗവൺമെൻറ് കോളേജസ്, ഈ പറഞ്ഞ ഗവൺമെൻറ് കോളേജ് ഏതൊക്കെയാണ്? ആദ്യം ഞാൻ MA കോളേജ് കൊടുക്കുകയാണ്, MAC ഇലക്ട്രോണിക്സ്. അടുത്തത് RIT ആണെങ്കിൽ RITയുടെ എത്രയായിരുന്നു? KTE ഇലക്ട്രോണിക്സ്. പിന്നെ ഒരു സേവ് കൂടെ കൊടുക്കുന്നു. ഇനിയും ബാർട്ടൺ ഹില്ലുണ്ട്, TRV അല്ലേ, ബാർട്ടൺ ഹിൽ ഇലക്ട്രോണിക്സ് കൊടുത്തു. അടുത്തത് NSS പാലക്കാട്, അവിടെ ഇലക്ട്രോണിക്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടയർ ഗവൺമെൻറ് കോളേജസ് ഒക്കെയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ എനിക്ക് കണ്ണൂർ അല്ലേ, കണ്ണൂർ ഇലക്ട്രോണിക്സ് അല്ല, കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ആദ്യം കൊടുക്കാം. CS കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്തു. കണ്ണൂർ തന്നെ വേണമെങ്കിൽ ഇനി ഇലക്ട്രോണിക്സ് EC കൊടുക്കാം. സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ടോപ്പ് ടയർ ഗവൺമെൻറ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴോട്ട് ഞാൻ കുറേ പ്രൈവറ്റ് കോളേജസും ഗവൺമെൻറ് തന്നെ ഇനിയും കോളേജ് ഓപ്ഷൻസ് ഉണ്ട്. ആ ഗവൺമെൻറ് കോളേജസും ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജസും കുറേ പ്രൈവറ്റ് കോളേജസൊക്കെ ആഡ് ചെയ്തിട്ട് ഫൈനൽ ലിസ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണിക്കാം. ഓക്കെ, ഇത് പാർട്ട് 2 ഓഫ് ദ വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ ഗവൺമെൻറ് കോളേജസ് കുറേ എണ്ണം കൊടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, ഓർഡർ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു 38 എണ്ണം, പാർട്ട് 3 ഓഫ് ദി വീഡിയോ ആണ്. ഞാൻ 38 എണ്ണമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനൊരു പർട്ടിക്കുലർ ലോജിക്കിലാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫർദർ മുന്നോട്ടും ഇങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ എനിവേ ഇപ്പം ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഇവിടെ മേളിൽ ഹോമും ഇൻസ്ട്രക്ഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിനെ പറ്റിയും ഇതിൻ്റെ ബേസിക് നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് പ്രയോജനപ്പെടും. അതുപോലെ ഇപ്പോൾ 38 എണ്ണം ആഡ് ചെയ്തെന്ന് പറഞ്ഞു. ഈ ആഡ് ചെയ്ത 38 എണ്ണത്തിനെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാതെ ഇത്തിരി ആകെ എല്ലാം കൂടെ ചേർന്ന് കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് എന്ന് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കി ഈ ആഡ് ചെയ്ത 38 എണ്ണം ഒരു നല്ല ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഓർഡറിൽ വീണ്ടും ഒരു വിചിന്തനം നടത്താനായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇത് നോക്കിയാൽ മതി, ഈ പേപ്പർ നോക്കിയാൽ മതി, ഈ ഷീറ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അത് ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൈഡൻസ് തരുന്ന ആർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുത്താൽ അവർ കൃത്യമായിട്ട് ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുണ്ടെങ്കിൽ അവർ പറയുകയും ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേപ്പർ ഷീറ്റിൽ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടും എവിടെയെങ്കിലും തെറ്റിപ്പോയെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ആഡ് ചെയ്ത ഒരു പാറ്റേൺ ഞാൻ പറയാം. അതായത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോൾ ഗവൺമെൻറ് മെയിൻ ടോപ്പിൽ നിൽക്കുന്ന കോളേജസ് മാത്രമാണ് എടുത്തത്. അപ്പോൾ അതിൽ CET TKM തൃശ്ശൂർ, CET തൃശ്ശൂരും TKM മോഡലും ഞാൻ ഒരു ലെവലിലെടുത്തു. അത് കഴിഞ്ഞത്തെ ലെവലിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ബാർട്ടനും MA കോളേജും NSS പാലക്കാടും അതുപോലെ പിന്നെ ഏതാണ് RIT, ഇത്രയും കോളേജസ് താഴത്തെ ഇതിൽ വെച്ചു, തൊട്ട് താഴെ വെച്ചു. അപ്പോൾ പ്രധാനമായിട്ട് പിന്നെ കണ്ണൂരും എടുത്തിട്ടുണ്ട്, ഒരു ഓപ്ഷൻ എടുത്തിട്ട്. അപ്പോൾ ഇത്രയും കോളേജസിനെ ഞാൻ വെച്ചിട്ട് എന്ത് ചെയ്തു, കൂടുതലും ഗവൺമെൻറ് കോളേജാണ്, മോഡൽ മാത്രമാണ് എക്സ്ട്രാ ഗവൺമെൻറ് കൺട്രോൾഡ് വന്നിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ഇത്രയും വെച്ചിട്ട് ഞാൻ ആദ്യം ടോപ്പ് ടയറിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കമ്പ്യൂട്ടർ സയൻസ് CET, കമ്പ്യൂട്ടർ സയൻസ് തൃശ്ശൂർ, കമ്പ്യൂട്ടർ സയൻസ് മോഡൽ, കമ്പ്യൂട്ടർ സയൻസ് TKM, കമ്പ്യൂട്ടർ സയൻസ് മോഡൽ, അതെല്ലാം കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റമാണ് മോഡൽ. അത് കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് CET, ഇലക്ട്രോണിക്സ് തൃശ്ശൂർ, ഇലക്ട്രോണിക്സ് മോഡൽ, ഇലക്ട്രോണിക്സ് TKM ഇത്രയും കൊടുത്തു. പിന്നീട് അപ്ലൈ ഇലക്ട്രോണിക്സ് CET കൊടുത്തു, കാരണം ഈക്വലി ഗുഡ് കോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് MA കോളേജ്. പിന്നെ അടുത്ത ടയറിലേക്ക് ഞാൻ പോയി, RITയിലും NSSലും മാരത്തനീഷ്യസിലും NSSലും. ഓക്കെ, MA കോളേജ്, RIT ആൻഡ് NSS കോളേജ് മൂന്നിടത്ത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. ബാർട്ടൺ ഹില്ല് കമ്പ്യൂട്ടർ സയൻസിൽ IT ആണുള്ളത്, ഞാൻ അതുകൊണ്ട് അത് അപ്ലൈ ചെയ്തില്ല നിലവിൽ. അത് കഴിഞ്ഞിട്ട് MA കോളേജിലും RITയിലും ബാർട്ടൺ ഹില്ലിലും NSS പാലക്കാടിലും ഞാൻ പിന്നീട് ഇലക്ട്രോണിക്സ് കൊടുത്തു. നോക്കൂ, നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും കണ്ണൂർ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു, കണ്ണൂർ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. ഓക്കെ, അതേ കണ്ണൂരിൽ ഞാൻ ഇലക്ട്രോണിക്സ് കൊടുത്തു. ഇനി ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടറിലേക്ക് പോവുകയാണ്. അത് ഞാൻ CETയിൽ കൊടുത്തു. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഉണ്ട് മോഡലിൽ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI ഉണ്ട് TKMൽ. അപ്പോൾ ഇങ്ങനെയുള്ള അലൈഡ്, അതായത് മെയിൻ ബ്രാഞ്ചിൻ്റെ അലൈഡ് ബ്രാഞ്ചസ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെയും മെയിനായിട്ടുള്ള അലൈഡ് ബ്രാഞ്ചസും ടോപ്പ് കോളേജസിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇലക്ട്രിക്കലിലേക്ക് കിടക്കുകയാണ്. CET ഇലക്ട്രിക്കൽ, TKMൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, ഓക്കെ, മോഡലിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തൃശ്ശൂർ,
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് TKM കൊല്ലം. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ, അത് കഴിഞ്ഞ് ഞാൻ മെക്കാനിക്കലിലേക്ക് പോയി. ഇപ്പോൾ മെക്കാനിക്കലും സിവിലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് സിവിൽ താഴെയോ അല്ല മെക്കാനിക്കൽ താഴെയോ ആക്കി നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കൊടുത്തിരിക്കുന്ന നോക്കുക. മെക്കാനിക്കൽ അടുത്ത ഞാൻ ചെയ്യുന്നത് ടോപ്പ് കോളേജസിലെ മെക്കാനിക്കൽ കൊടുത്തു, അതായത് CET, തൃശ്ശൂർ, TKM മോഡൽ, അത്രയും കോളേജുകളിൽ മെക്കാനിക്കൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതേ കോളേജുകളിൽ ഞാൻ സിവിൽ കൊടുത്തു. ഇത് ഏതൊക്കെയാണ്? CET മോഡൽ, TKM, തൃശ്ശൂർ. അതിനുശേഷം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടയർ 2 ഗവൺമെൻറ് കോളേജിലേക്ക് വന്നു, അതായത് MA കോളേജ്, രാജീവ് ഗാന്ധി, RIT, ബാട്ടൺ ഹില്ല്, NSS. ഇനി അടുത്ത എന്തായിരിക്കും ഈ പാറ്റേൺ അനുസരിച്ച്? അടുത്ത് ഇനി മെക്കാനിക്കലും സിവിലും ഈ ലാസ്റ്റ് പറഞ്ഞ കോളേജസ് MA കോളേജും RITയും ബാട്ടൺ ഹില്ലും NSSലും ഇതേ കോളേജുകളിലേക്ക് ഞാൻ ഇനിയും മെക്കാനിക്കലും സിവിലുമാണ് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഇത്തരം ഗവൺമെൻറ് കോളേജ് ഞാൻ മാക്സിമം കവർ ചെയ്തു. ഇനി ഇതിനകത്ത് നോക്കിയാൽ ഗവൺമെൻറ്റിൽ ഇനി എന്തൊക്കെ കവർ ചെയ്യാനുള്ളതെന്നുള്ള ആ ഒരു ഫിൽറ്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കാണും കോഴ്സസും കോളേജസും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയെന്നുണ്ടെന്നുള്ളത് നോക്കാം. മെയിൻ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനിയും അടുത്ത ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് ഇനി ഈ പാറ്റേണിൽ വരേണ്ടത് മെക്കാനിക്കൽ ആൻഡ് സിവിൽ. ഞാൻ പറഞ്ഞ 4 കോളേജസ്, ബാട്ടൺ സിവിൽ, MA കോളേജ്, ബാട്ടൺ, പിന്നെ എന്താണ് RIT, NSS. ഓക്കെ, അപ്പോൾ അതുകൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത്രയും പോർഷൻസ് കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്, പ്രൈവറ്റ് രാജഗിരി ഉണ്ട്, മുത്തൂറ്റുണ്ട്, ഫിസാറ്റുണ്ട്. അവിടെയും എന്താണ് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് ആദ്യം കൊടുക്കാം, ഇലക്ട്രോണിക്സ് കൊടുക്കാം, പിന്നീട് ഇലക്ട്രിക്കലിലേക്ക് വരാം. കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് കൊടുത്തു കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു കഴിഞ്ഞ് ഈക്വലി ഗുഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് അലൈഡ് കോഴ്സസ് വേണമെങ്കിൽ കൊടുക്കാം. ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് ഇലക്ട്രോണിക്സിൻ്റെ അലൈഡ് ഫീൽഡുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ കൊടുക്കാം. ഇതേ ഒരു പാറ്റേൺ ഇനി ആ കോളേജുകളുടെ റാങ്കിങ് അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് തുടരാവുന്നതാണ്. ഇപ്പോൾ റൈറ്റ് നോ ഇത്രയും ഓപ്ഷൻസ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ ഓപ്ഷൻസും മറ്റ് താഴേക്കുള്ള എല്ലാ ഓപ്ഷൻസും ചേർത്തുകൊണ്ട് ഞാൻ വൈകിട്ട് ഉള്ള ലൈവിൽ, വൈകിട്ട് 7 മണിക്കുള്ള ലൈവിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞാൽ ഇതൊരു എല്ലാവർക്കും ഒരു എന്താണ്, എല്ലാവർക്കും ഒരു മരുന്ന് കൊണ്ട് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ, ഒരു കുപ്പായം എന്ന് പറയുന്നത് എല്ലാവർക്കും ചേരത്തില്ലെന്ന് പറയുന്നത് പോലെ അല്ലേ, ഓരോരുത്തർക്ക് ഇണങ്ങുന്ന കുപ്പായമാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും അത് യുണീക്കാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ലിസ്റ്റ് താല്പര്യപ്പെടാത്ത ഒരുപാട് പേര് കാണും. ഇത് ഞാനൊരു ജനറൽ ഐഡിയ കൊണ്ടുവരാനായിട്ട് മാത്രമാണ് ശ്രമിച്ചത്, ഒരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ അല്ലാതെ വേണമെങ്കിൽ വേറെയും പല സ്ട്രാറ്റജീസിലും ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ചിലർക്ക് CET തന്നെ വരണം, അങ്ങനെ ഉണ്ടെങ്കിൽ CETയുടെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് ആഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയും സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം എനിക്ക് മറ്റൊരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് റൈറ്റ് നോ ഇപ്പോൾ എനിക്ക് മറ്റൊരു ക്ലാസ് കയറേണ്ടതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കണ്ട ഓപ്ഷൻസ് നിങ്ങൾ ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ ലോജിക് ആൻഡ് സ്ട്രാറ്റജി അല്ലേ, അല്ലാതെ മറ്റു രീതിയിലും ചിന്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്